ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സൈക്കിൾ റെൻ്റൽ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതെ, നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ ഒരു സിസ്റ്റം അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ 2-3 കമ്പനികളുടെ അതായത് സൈക്കിൾ റെൻ്റൽ സിസ്റ്റത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബൈക്കുകൾ അല്ലെങ്കിൽ സൈക്കിൾ റെൻ്റൽസ് എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക, അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഏതൊക്കെ കമ്പനികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് എത്ര രൂപയാണ് വരുന്നത്, എങ്ങനെയാണ് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായി വളരെ ലളിതമായി ഏതൊരാൾക്കും സൈക്കിളുകൾ വാടകയ്ക്ക് എടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് കമ്പനികൾ അവരുടെ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ നഗരത്തിലെ പല ഭാഗങ്ങളിലും നമുക്ക് സൈക്കിളുകൾ ഇതുപോലെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ സൈക്കിളുകൾ വെച്ചിരിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് സ്റ്റേഷൻസ് അഥവാ സൈക്കിൾ റെന്റൽ പോയിന്റ്സ്. ഇങ്ങനെയുള്ള സ്റ്റേഷനുകളിൽ നിന്നുമാണ് നമുക്ക് സൈക്കിളുകൾ വാടകയ്ക്ക് എടുക്കാൻ സാധിക്കുന്നത്. ബാംഗ്ലൂരിൽ പ്രധാനമായി കണ്ടുവരുന്നത് പെഡൽ, അതുപോലെ തന്നെ യുലു എന്നിങ്ങനെയുള്ള 2 സൈക്കിൾ റെന്റൽ കമ്പനികളാണ്. ഒരുപാട് ആളുകൾ ഇന്ന് ഈ സർവീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഏതൊരു സൈക്കിൾ സ്റ്റേഷനിലും നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ള സൈക്കിൾ തിരിച്ചേൽപ്പിക്കാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്കാണ് പോകുന്നതെങ്കിൽ വീട്ടിൻ്റെ അടുത്തു നിന്നുള്ള ഒരു സ്ഥലത്ത് നമുക്ക് വാടകയ്ക്ക് എടുക്കാനും അതുപോലെ തന്നെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റേഷനിൽ നമുക്ക് തിരിച്ചേൽപ്പിക്കാനും സാധിക്കുന്നതാണ്. പല രാജ്യങ്ങളിലും ഇതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായിട്ട് സൈക്കിളുകൾ വാടകയ്ക്ക് എടുക്കുന്ന സേവനം ലഭ്യമാണ്. നമുക്കിനി നമ്മുടെ സൈക്കിൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാംഗ്ലൂർ നഗരത്തിൽ സൈക്കിളുകൾ വാടകയ്ക്ക് നൽകുന്ന 2 കമ്പനികളാണ് യുലു അതുപോലെ തന്നെ പെഡൽ എന്ന് പറയുന്ന 2 കമ്പനികൾ. ഈ 2 കമ്പനികളുടെയും ആപ്ലിക്കേഷനുകൾ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിളിന്റെ ആപ്ലിക്കേഷൻ സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും വെച്ച് വളരെ ഈസി ആയി തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയി തന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് എവിടെയാണ് സൈക്കിൾ റെന്റൽസ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേഷൻസ് ഉള്ളതെന്ന് നമുക്ക് വളരെ ഈസി ആയി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനിൽ എത്ര സൈക്കിളുകൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഇനി നമുക്ക് സ്റ്റേഷനിലേക്ക് സൈക്കിൾ പോയിന്റിലേക്ക് പോകാനായിട്ട് വഴി അറിയില്ലെങ്കിൽ അതിനുള്ള മാപ്പും ഗൂഗിൾ മാപ്പും ലൊക്കേഷനും ഡയറക്ഷൻസും എല്ലാ കാര്യങ്ങളും ഈ സോഫ്റ്റ്വെയർ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഏകദേശം ഒരുപോലെ തന്നെയാണ് 2 ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനം. 2 ആപ്ലിക്കേഷനിലും നമുക്ക് നമ്മുടെ അടുത്തുള്ള ലൊക്കേഷനുകളും അടുത്തുള്ള സ്റ്റേഷനുകളും അടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോകുന്ന ഡയറക്ഷൻസും എല്ലാതും ഏകദേശം ഒരുപോലെ തന്നെയാണ് 2 ആപ്ലിക്കേഷനിലും പ്രവർത്തിക്കുന്നത്. ഇനി നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനിൽ സൈക്കിളുകൾ അവൈലബിൾ അല്ലെങ്കിൽ പോലും നമുക്ക് അടുത്തുള്ള സ്റ്റേഷൻ എവിടെയാണെന്നും അടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴി എങ്ങനെയാണെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസിയായി തന്നെ ഏതൊരാൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു സൈക്കിൾ റെന്റൽ സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ 2 ആപ്ലിക്കേഷനുകൾ വഴി എങ്ങനെയാണ് സൈക്കിളുകൾ വാടകയ്ക്ക് എടുക്കുക എന്നുള്ളത് നോക്കാം. ഓരോ സൈക്കിളിന്റെ മുകളിലും കമ്പനി വളരെ കൃത്യമായി തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായി ഈ സൈക്കിളുകൾ എങ്ങനെ വാടകയ്ക്ക് എടുക്കാം എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായി സൈക്കിളുകൾ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഇന്റർനെറ്റ് നിർബന്ധമാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ ശേഷം സൈക്കിളിൽ കൊടുത്തിരിക്കുന്ന ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ ഓൾറെഡി ലോക്കായിരിക്കും. ആ ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സൈക്കിൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതായത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സൈക്കിളിൻ്റെ ലോക്ക് നമ്മൾ മാനുവലി ലോക്കാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് എൻഡ് ട്രിപ്പ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആപ്ലിക്കേഷനിൽ എൻഡ് ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് നമുക്ക് വാടക ചാർജ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ എത്ര സമയം നമ്മളത് ഉപയോഗിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പെഡൽ എന്ന് പറയുന്ന കമ്പനി ZoomCarമായി ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. പെഡൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് 36 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അതുപോലെ തന്നെ 10 മിനിറ്റിന് 3 രൂപ എന്ന നിരക്കിലുമാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പേടിഎം വാലറ്റ് വഴി ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ യുലു എന്ന് പറയുന്ന കമ്പനി 30 മിനിറ്റിന് 10 രൂപ നിരക്കിലാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 100 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ നൽകേണ്ടതുണ്ട്. യുലുവിൻ്റെ സ്വന്തമായി തന്നെ ഒരു വാലറ്റ് അവൈലബിൾ ആണ്. ആ വാലറ്റിലേക്ക് നമുക്ക് നമ്മുടെ
കാർഡ് വഴിയായിട്ട് നമുക്ക് പൈസ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈക്കിൾ റെന്റൽ സിസ്റ്റം ആക്ച്വലി ഇവിടെ ചെറിയ യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബാംഗ്ലൂരിലുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പരമാവധി ഈ ഒരു സേവനം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വളരെയധികം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഈ ഒരു സൈക്കിൾ റെന്റൽ സിസ്റ്റം. വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്കും താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബാറിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.